പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 304 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജെറോമിന് ശേഷം ഈ ആഴ്ച ലിസ്യോയിലെ വിശുദ്ധ ത്രേസ്യയെക്കുറിച്ചാണ്. ചെറുപുഷ്പം എന്ന് പരക്കെ അറിയപ്പെടുന്ന ഉണ്ണിയേശുവിൻ്റെയും തിരുമുഖത്തിൻ്റെയും വിശുദ്ധയായ കൊച്ചു ത്രേസ്യയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 1873 ജനുവരി 2 ഫ്രാൻസിലെ അലൻകോണിലാണ് 5 പെൺമക്കളിൽ ഏറ്റവും ഇളയവളായി മേരി തെരേസ മാർട്ടിൻ ജനിച്ചത്. അവരുടെ പിതാവ് ഒരു വാച്ച് നിർമ്മാതാവും മാതാവ് ഒരു തുന്നൽക്കാരിയുമായിരുന്നു. തെരേസയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ സ്നേലി സ്ഥാനാർബുദം ബാധിച്ച് മരിച്ചു. ഒരു മാതൃക ക്രിസ്തീയ കുടുംബാന്തരീക്ഷത്തിലാണ് അവൾ വളർന്നത്. ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കന്യാമണ ജീവിതം അവളെ ആകർഷിച്ചിരുന്നു. 1887 കാർമലൈറ്റ് സന്യാസിനി മഠത്തിൽ പ്രവേശനത്തിനായി തെരേസ അപേക്ഷിച്ചെങ്കിലും പ്രായക്കുറവ് മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടു. തെരേസയുടെ മൂത്ത സഹോദരിമാരിൽ 2 പേർ ഈ മഠത്തിലെ അംഗങ്ങളായിരുന്നു. 15-ാമത്തെ വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരുവാൻ അവൾക്ക് അനുവാദം ലഭിച്ചു. അടുത്ത 9 വർഷക്കാലം അവൾ ഒരു സാധാരണ സന്യാസ ജീവിതം നയിച്ചു. ഈ കാലയളവിൽ പ്രത്യേക അത്ഭുത പ്രവൃത്തികളോ തീവ്ര വ്രതാനുഷ്ഠാനങ്ങളോ ഒന്നും സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ദൈനംദിന ജോലികൾ പരിപൂർണ വിശ്വസ്തയോടെ ചെയ്യുകയും ദൈവത്തിന്റെ പരിപോഷണത്തിലും കാരുണ്യ സ്നേഹത്തിലും ഒരു നിഷ്കളങ്ക കുഞ്ഞിൻ്റേതുപോലുള്ള പെരുമാറ്റവും സദാസമയവും മറ്റുള്ളവരെ സേവിക്കാനുള്ള സന്നദ്ധതയിലും അവൾ വ്യാപരിച്ചു. തന്നെ കണ്ടുമുട്ടിയവർക്ക് അവൾ ഈശോയെ പകർന്നു നൽകി. വിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലെത്തി. സഭയോട് ഏറെ സ്നേഹവും ജനങ്ങളെ തിരുസഭയിലേക്ക് അടുപ്പിക്കുവാനുള്ള അതിയായ ആവേശവും അവർ പുലർത്തിയിരുന്നു. വൈദികർക്ക് വേണ്ടി അവൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. 24-ാം വയസ്സിൽ 1897 സെപ്റ്റംബർ 30 ക്ഷയരോഗത്തെ തുടർന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1925 ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഭൂമിയിൽ നന്മ ചെയ്ത് ഞാൻ എൻ്റെ സ്വർഗം നേടും എന്ന അവളുടെ പ്രതിജ്ഞ ജീവിതത്തിൽ അവൾ പൂർത്തിയാക്കി. പിൽക്കാലത്ത് ജീവചരിത്രമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തെരേസയുടെ ഓർമ്മക്കുറിപ്പുകൾ വളരെയധികം ജനസമിതി ആർജിക്കുകയും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. കൊച്ചു ത്രേസ്യയെ വിസ്തപതിയിലേക്ക് ഉയർത്തുന്നതിൽ ഈ കൃതി ഗണ്യമായി പങ്കുവഹിച്ചു. 1997 പോപ്പ് ജോൺ പോൾ 2 വിശുദ്ധയെ വേദപാരംഗത പദവിയിലേക്ക് ഉയർത്തി. കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നാം മരിക്കുന്നതാണ്. സ്നേഹം ഒരിക്കലും തളരുന്നില്ല, തളരുന്നത് സ്നേഹിക്കുന്നവരാണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് മുന്നിൽ ആശ്വാസമാകാൻ കഴിയുന്നവരെ ആജന്മ ശത്രുവായി പ്രഖ്യാപിക്കരുത്. കാരണം എല്ലാ ജീവിതങ്ങൾക്കും അതിൻ്റെതായ വിഷമതകളും പ്രയാസങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കി ശത്രുത വെടിയുക. ഏവർക്കും നന്ദി.